പൗരാണികമായ സങ്കല്പമാണ് ഭാരതത്തിൻ്റെ. അത് പതിയോടൊപ്പം തന്നെ പത്നിക്കും തത്തുല്യമായ പ്രാധാന്യം ഈ ഭാരതമെന്നും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പണ്ട് ഋഷികമാരുണ്ടായിരുന്നു, ഗാർഗിയും മൈത്രയും പോലെയുള്ള അനേകം ഋഷികമാരുണ്ടായിരുന്നു. അർദ്ധനാരീശ്വര സങ്കല്പം ഇവിടെ ഉണ്ടായിരുന്നു. പാതി പുരുഷനും പാതി സ്ത്രീയും എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അക്കാലഘട്ടത്തെ ജീവിത രീതി ഇക്കാലഘട്ടത്തെ ജീവിത രീതിയും തമ്മിൽ ധാരാളം അന്തരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇതിഹാസങ്ങളിലൊക്കെ കാണുന്ന ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെ എടുത്താൽ, ദ്രൗപദി ആണെങ്കിലും കുന്തിയാണെങ്കിലും സീതയാണെങ്കിലും ദമയന്തി ആണെങ്കിലും അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ തുറന്നു പറയുന്ന സന്ദർഭങ്ങൾ ഇതിഹാസങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മടി കൂടാതെ പറയാനും വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കാനും അവർ തൻ്റെ ഇടം കാട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിഹാസങ്ങളിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ പാതിവൃത്യ സങ്കല്പം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഒരു ചിട്ടവട്ടം ഉണ്ടായിരുന്നു. ആ പാതിവൃത്യ സങ്കല്പം എന്ന് പറയുന്നത് ധർമ്മബോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പാതിവൃത്യ സങ്കല്പം ഉണ്ടായത്. അതുകൊണ്ട് പാതിവൃത്യ സങ്കല്പം തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്ന് പറയാൻ സാധിക്കില്ല. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഒരു പടി സ്ത്രീക്ക് മുന്നിൽ സ്ഥാനം കൊടുത്തത് ഭാരതമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് പല സെമിറ്റിക് മതങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഇല്ലാത്ത സ്വാതന്ത്ര്യമായിരുന്നു ഈ ഭാരതത്തിലുണ്ടായിരുന്നത്. സ്ത്രീയെ സംബന്ധിച്ച് നോക്കിയാൽ അത്രയും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു, മറ്റെവിടെയും കാണാത്തൊരു സങ്കല്പം. അപ്പോൾ സ്ത്രീ എവിടെ പൂജിക്കപ്പെടുന്നു അവിടെ ദേവതകൾ പോലും കളിയാടുന്നു എന്നുള്ള സങ്കല്പം ഇവിടെ തന്നെ ഉണ്ടായതാണ്.